ഈ സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിന്റെ കൽപ്പടവുകൾ മുഴുവനും, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, പരാജയപ്പെട്ടവരുടെ കാൽപാതുകൾ പതിഞ്ഞ കെട്ടുപടി. സ്തോത്രം. ഇന്ന് പൽക്കാലം എൻ്റെ കൂടെ നിന്നോണം. അതിശക്തമായ ദൂത് ഇതിൻ്റെ അകത്ത് വെളിപ്പെടുകയാണ്. പരാജയപ്പെട്ടവർ ചവിട്ടി നടന്ന പടികളാണ്. സ്തോത്രം. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് കടക്കുമ്പോൾ ഈ പരാജയത്തിന്റെ കാരണമെന്ന് ഈ സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിന്റെ സകല പ്രശസ്തി നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാണ് ഈ പിച്ചക്കാരൻ. കാരണം അവന്റെ കാലിന് യാതൊരു വിധമായ ചലനശേഷിയുമില്ല. അങ്ങനെയെങ്കിൽ ഈ ആലയത്തിന്റെ അകത്ത് കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ടായിരിക്കാം, ഒത്തിരി ശാസ്ത്രിമാരുണ്ടായിരിക്കാം, ഒത്തിരി പരീശന്മാരുണ്ടായിരിക്കാം. പക്ഷേ പള്ളിമുറ്റത്തിരിക്കുന്ന ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോകുന്ന കൽപ്പടവ് ചവിട്ടിക്കയറി ഇതാ ഒരു പത്രോസ് യോഹന്നാനോ ആ പള്ളിയുടെ അകത്തോട്ട് ചാടിക്കിടക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരം ഒരു പരാജയമായിരുന്നെങ്കിൽ ആ പരാജയത്തിന്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിന് ഒരു ജയമാക്കി അപ്പോസ്തല പ്രവർത്തിക്കകത്ത് സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിന്റെ കഥ എഴുതി ചേർക്കുവാൻ ഇതാ ഒരു പത്രോസ് യോഹന്നാനോ ആ കൽപ്പടവുകൾ ചാടിക്കിടക്കുകയാണ്.